ഓ, ഇവിടെ എത്താൻ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? അതെ, കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. അത് ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞ് ചുറ്റി തീർത്തു. ഈ പാവക്കുട്ടിയെ കളിപ്പിക്കാൻ ഒരാൾ വേണ്ടേ? അയ്യടാ, ഓ അതിനാണോ ഇപ്പൊ ഈ പാവക്കുട്ടി വാങ്ങിയത്? പിന്നല്ലാതെ എന്താ വേണ്ടേ? ഹലോ, ആ താനായിരുന്നോ? എടോ, മാരേജ് കഴിഞ്ഞിട്ട് 1 വീക്കേ ആയിട്ടുള്ളൂ. ഹണിമൂണിന്റെ ത്രില്ല് തനിക്കറിയോടാ? ആ ശരി ശരി, ആഫീസൊക്കെ പിന്നെ. ഓഫീസിൽ നിന്നാ മാനേജര്. ഞാൻ വിചാരിച്ചു നിന്റെ വീട്ടിൽ നിന്നായിരിക്കുമെന്ന്. ഒരു കോംപ്രമൈസിന്. മകളെ പ്രേമിച്ച് തട്ടിക്കൊണ്ടുവന്നതിന് കോംപ്രമൈസോ? അയ്യോടി, തട്ടിക്കൊണ്ടു വന്നതോ? നീ എന്റെ പുറകെ വന്നതല്ലേ? അതെ, അല്ലാതെ കാര്യം നടക്കൂല. ഞാൻ ഒന്നാന്തരം സത്യക്രിസ്ത്യാനി, നിങ്ങൾ നായര്. പിന്നെങ്ങനെ ശരിയാവും? രജിസ്റ്റർ മാരേജ് ആയാലും അന്യജാതിക്കാരനായാലും പെറ്റമ്മ പെറ്റമ്മ തന്നെയല്ലേ? അച്ഛൻ അച്ഛൻ തന്നെയല്ലേ? എന്തായി? എങ്ങനെ കഴിയുന്നു? ഒന്ന് വരിക, അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ. എവിടെ സ്ത്രീധനം കൊടുക്കാതെ രക്ഷപ്പെട്ടല്ലോ എന്നായിരിക്കും ചിന്ത. ബെസ്റ്റ് ഫാമിലി. അതെ, സമ്മതിച്ചു. ഈ പറഞ്ഞതൊക്കെ ജയേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും ആവാലോ. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? അതും ശരിയാ. ഒരു കണക്കിന് ഈ ബന്ധുക്കൾ വരാതിരിക്കുന്നത് നല്ലത്. നമുക്കാരും വേണ്ട, ജാതിയും വേണ്ട, മതവും വേണ്ട, ബന്ധുക്കളും വേണ്ട. എനിക്ക് നീയും, നിനക്ക് ഞാനും, പിന്നെ നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളും. ഒരച്ചായത്തിയാണെങ്കിലും എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ വരണേ. ബൈ. അപ്പുണ്ണേട്ടാ, അപ്പുണ്ണേട്ടാ. ഹായ് മായി മാധു. മാധു, എന്താ ഇത്ര താമസിച്ചേ? മാധു അല്ല, മാധുരി. കൊച്ചമ്മയില്ലേ? കൊച്ചമ്മ എന്തിനാ ഇവിടെ? എല്ലാം സെലക്ട് ചെയ്തത് ഞാനാ, ഈ അപ്പുണ്ണി. അറിയോ? എന്നാ സാറ് സെലക്ട് ചെയ്യ്. എല്ലാം ഞാൻ സെലക്ട് ചെയ്യുന്ന വാ. അത് വേണ്ട, ഇവിടെ നിന്ന് സെലക്ട് ചെയ്താ മതി. ഒന്നും നല്ലതല്ല. പിന്നെ നീ ആയതുകൊണ്ട് വാങ്ങാം. നീ എന്റെ മൈസൂർ തക്കാളി അല്ലേ? ഒന്ന് പോ അപ്പുണ്ണിയേട്ടാ. ഇന്നലെ എന്നെ ചന്തയിൽ വെച്ച് കണ്ടപ്പോ കണ്ട ഭാവം കാണിച്ചോ? അവിടെ വെച്ച് സംസാരിക്കുന്നത് എന്റെ സ്റ്റാറ്റസിന് കുറവാ. ഓ, സ്റ്റാറ്റസ് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്തോന്നാ പറഞ്ഞ? നമ്മുടെ കല്യാണക്കാര്യം. അപ്പോ നിന്റെ ഭർത്താവ്? അയാള് പോയില്ലേ? എന്താ കൊറേ നേരമായല്ലോ അപ്പുണ്ണി, ഒന്നും വാങ്ങിയില്ലേ? എന്താ മാതിരി, പച്ചക്കറി വിൽപ്പനയോ അതോ ലവോ? ഓ, ഒന്നുമില്ല കൊച്ചമ്മേ. ആ, അപ്പോ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കൊണ്ടുവാ. എന്താ കൊച്ചമ്മ ഒരു മൂടൗട്ട്? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. തടി കൂടിയിട്ടാ? ഇങ്ങനെ തടിക്കുന്നവരില് അസുഖം വിട്ടുമാറില്ല. അപ്പൊ നീയോ? നല്ല തടിയല്ലേ? അത് ഞാൻ അനുഭവിച്ചു. ഈ തടി കൂടുതൽ കാരണം ആ രാജേട്ടൻ എന്നെ ഒഴിവാക്കിയത്. ഏത് രാജേട്ടൻ? അധികം ആർക്കും അറിയില്ല. എന്റെ വിവാഹം കഴിഞ്ഞതാ. കല്യാണം കഴിക്കുമ്പോ മെല്ലിച്ച സുന്ദരിയായിരുന്നു, നല്ല നിറവും മുടിയും ഒക്കെ. പിന്നീട് അങ്ങ് തടിച്ചു, അതോടെ ജീവിതവും പോയി. തടി കൂടിയതുകൊണ്ട് ഒഴിവാക്കിയെന്നോ?
ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലേ? അവളുമാര് മനസ്സിളക്കി കൊണ്ടുപോയി. ചേച്ചി തടി കുറയ്ക്കുന്ന നല്ലത്. ചിന്തിക്കാത്തതല്ല, പക്ഷേ പറ്റുന്നില്ല. പിന്നെ ജയേട്ടൻ എന്ന ജീവനാ. ഓഫീസിലും പുറത്തും ജോലി ചെയ്യുന്നവരാ. ആണുങ്ങളും മെല്ലിച്ച സുന്ദരിമാരെ കാണുമ്പോ നമ്മളെ മറക്കും. ഉറപ്പാ. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനിപ്പോ എന്താ ചെയ്യാ? ഭക്ഷണം കുറച്ചാലോ? രക്ഷയില്ല. മരുന്ന് കഴിക്കണം. ഞാൻ കഴിക്കുന്നുണ്ട്. എന്ത് മരുന്നാ? നാടൻ മരുന്നാ. രഹസ്യമായിട്ട് തയ്യാറാക്കുന്ന. വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. തരുവോ? പറ്റുമെങ്കിൽ നാളെ തന്നെ കൊണ്ടുവരണം. ശരി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. എന്താ കാര്യം? കാര്യം അറിയില്ലേ? ഞങ്ങളെ ക്ഷണിച്ചില്ലെങ്കിലും ഒക്കെ അറിഞ്ഞു. ഓ സോറി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ നടത്തേണ്ടി വന്നു. പ്രേമവിവാഹം, അത് ഇന്റർകാസ്റ്റ് ആവുമ്പോ ഇങ്ങനെയൊക്കെ വേണ്ടിവരും. പക്ഷേ പാർട്ടി തരണം. ഷുവർ, തീർച്ചയായും. മാരേജ് രജിസ്റ്റർ ഓഫീസിലാവുമ്പോ ഈശ്വരചിന്ത ഉണ്ടാവില്ലല്ലോ. അതാ നിങ്ങക്ക് വേണ്ടി ഞാൻ കാലത്തെ അമ്പലത്തിൽ പോയി പ്രത്യേക പ്രാർത്ഥന നടത്തി വന്നത്. താങ്ക്സ്. താങ്ക്സ് വേണ്ട. കുടുംബജീവിതം ഐശ്വര്യപൂർണമാവാൻ എന്റെ എളിയ പ്രാർത്ഥന. നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടായാൽ മതി. ഇതാ പ്രസാദം. എന്റെ വക നല്ലൊരു പാർട്ടി എല്ലാവർക്കും ഉണ്ട്. അതുണ്ടാവുമെന്ന് ഓഫീസിൽ എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുക. എല്ലാം ധൃതി പിടിച്ചായിരുന്നു. ഒരല്പം കടമയും വാശിയൊക്കെ കൂടി. അതങ്ങനെ തന്നെ വേണം. യഥാർത്ഥ പ്രേമം. വിവാഹമൊക്കെ സാറിന്റെ നല്ല മനസ്സുകൊണ്ടാ. സാറിനെ പോലെ ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞ പെണ്ണ് വളരെ ഭാഗ്യം ചെയ്തവളാ. എന്താ മിസ്സസിന്റെ പേര്? എലിസബത്ത്. എന്റെ പ്രത്യേക അന്വേഷണം പറയണം. ഹണിമൂൺ ട്രിപ്പ് എങ്ങോട്ടാ? തീരുമാനിച്ചിട്ടില്ല. തിരക്കൊക്കെ കഴിയട്ടെ, ആലോചിക്കാം. ജീവിതവും ഓഫീസും രണ്ടും രണ്ടാണ്. ഓരോ കാര്യങ്ങളും അതിന്റെ സമയത്ത് നടത്തണം. കോൺഫറൻസ് കഴിഞ്ഞാ ലീവ് എടുക്കാലോ. ശരി ശരി, റാണി പോയിക്കോളൂ.